സുഹൃത്തുക്കളെ, പലരും ഇന്ന് സംഘർഷത്തിൻ്റെ അഥവാ സ്ട്രെസ്സിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ കുറച്ച് മാർഗങ്ങളാണ് എന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, പതിവായുള്ള വ്യായാമം. അതായത് എത്ര സമയം കിട്ടിയിട്ടില്ലെങ്കിലും, അതായത് ഒരു 10 മിനിറ്റാണ് കിട്ടുന്നതെങ്കിലും അത് വ്യായാമത്തിന് വേണ്ടി ചിലവഴിക്കണം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾക്കൊരു ദിവസം 5 മിനിറ്റാണ് വ്യായാമം ചെയ്യാൻ കഴിയുന്നതെങ്കിൽ വ്യായാമത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, യോഗ പോലുള്ള കാര്യങ്ങൾ അഭ്യസിക്കുക എന്നുള്ളതാണ്. അതുപോലെ എയറോബിക്സ് എക്സർസൈസ്, ഇതൊക്കെ തന്നെ സ്ട്രെസ്സ് കുറക്കാൻ സഹായിക്കും. മറ്റൊന്ന്, നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കഴിയണം. അപ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ 9 മണിക്ക് തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ആ ബ്ലൂ റേ ലൈറ്റ്സ് ഒഴിവാക്കി ഒരു 9 മണിക്ക് തന്നെയെങ്കിൽ മൊബൈൽ ഓഫാക്കിയതിന് ശേഷം 10 മണിയോടെ നമ്മൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കഴിയും. നന്നായിട്ടുള്ള ഉറക്കം സ്ട്രെസ് കുറക്കുന്നുണ്ട്. മറ്റൊന്ന്, നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, കൂടുതലായി പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക. ഇവയൊക്കെ തന്നെ സ്ട്രെസ്സ് കുറക്കാൻ സഹായിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. മറ്റൊന്ന്, വ്യത്യസ്തമായിട്ടുള്ള ഹോബികൾ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഹോബി, ഇപ്പോൾ വ്ളോഗിങ്. എന്നെ സംബന്ധിച്ചോളം വ്ളോഗിങ് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഞാൻ വ്ളോഗ് ധാരാളമായി ചെയ്യും. അതേപോലെ ചിലർ പൂന്തോട്ട നിർമ്മാണം, സ്റ്റാമ്പ് കളക്ഷൻ, പാട്ടുകൾ ശേഖരിക്കുക, സിനിമ കാണുക. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിൽ കൂടുതലായി സമയം ചെലവഴിക്കുമ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കും എന്ന പഠനം തെളിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കുടുംബം, സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ, പോസിറ്റീവ് ഫ്രണ്ട്സ്, അവരുമായി സമയം ചെലവഴിക്കുക. ഇത് സ്ട്രെസ്സ് കുറക്കാൻ വളരെയധികം സഹായിക്കും. കുടുംബവും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുക. മറ്റൊന്ന്, പ്രകൃതിയുമായി ഇടപഴകുക എന്നുള്ളതാണ്. അതായത് ലോൺലി വാക്ക്, ഈവനിങ് വാക്ക്, പ്രകൃതിയിലൂടെ നടക്കുക. അതായത് വിജനമായ പ്രദേശത്ത് കൂടി ധാരാളം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ നടക്കുക. ഇത് സ്ട്രെസ്സ് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് പറയട്ടെ, എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കുക. അവരുടെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി. അത് ജോലി സ്ഥലത്തായാലും പേഴ്സണൽ ലൈഫിലായാലും ഒക്കെ തന്നെ അത് ചെയ്യുക. പോസിറ്റീവ് ഫ്രണ്ട്സുമായിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. നമ്മുടെ ചിന്തകളുമായി താതാത്മ്യം പുലർത്തുന്ന ആളുകളായിരിക്കും. ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സുഹൃത്ത് വലയത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അവരുമായി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സിൽ നിന്നും ഒഴിവാൻ സഹായിക്കും. ഇന്ന് ഈ ആധുനിക ലോകത്ത് തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ധ്യാനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. അത് നമ്മെ മനസ്സിലാക്കുവാനും സ്ട്രെസ്സ് കുറക്കുവാനും സഹായിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്